ഹായ് ഫ്രണ്ട്സ്, അമ്മൂസ് ആൻഡ് പാത്തൂസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്നാൽ പോകാം വീഡിയോയിലേക്ക്. ഞങ്ങൾ മലയാറ്റൂർ കഴിഞ്ഞ് അടുത്ത് വന്നത് ഭരണിങ്ങാനത്താണ്. അവിടെ ഒരു അൽഫോൺസാമ്മയുടെ ചർച്ചുണ്ട്. അപ്പോൾ അവിടെയാണേൽ ഞങ്ങൾ റൂമെടുത്തു. ആ ചർച്ചിൻ്റെ കുറച്ച് അപ്പുറത്ത് തന്നെ റൂം എടുത്തായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ സ്റ്റേ ചെയ്തതിന് ശേഷം ഒരു 2 hours ഉറങ്ങിയുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ ഫ്രഷായി പിന്നെ വീണ്ടും വണ്ടിയിൽ കയറി അടുത്ത് വാഗമണിലോട്ടാണ് പോകുന്നത്. അപ്പോൾ പോകുന്ന വഴിയിൽ തന്നെ ഒരു സൂയിസൈഡ് പോയിൻ്റ് കണ്ടു. അങ്ങനെ പിന്നെ അവിടെ വണ്ടി നിർത്തി. ഫോട്ടോസൊക്കെ എടുക്കുന്നവർക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ് വണ്ടി നിർത്തിയത്. ഞാനാണേലും അവിടെ ഐസ്ക്രീം കണ്ടായിരുന്നു. അതിനാണ് ഞാൻ പെട്ടെന്ന് ഇറങ്ങിയത്. കാരണം പാത്തു അമ്മും ഭയങ്കര ഉറക്കമായിരുന്നു. ഇവർ ഉറങ്ങുന്ന സമയത്ത് എനിക്ക് ഐസ്ക്രീം കുടിക്കാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് ഞങ്ങൾ അവിടെ ഇറങ്ങിയത്. അങ്ങനെ ഞങ്ങൾ ഐസ്ക്രീമൊക്കെ വാങ്ങി. പാത്തു അമ്മുനും ജലദോഷം വരും, അതുകൊണ്ടാണ് ജലദോഷം. ഈ ഒന്നാമത്തെ തണുപ്പും കൂടെയാണ്. രാവിലെ മഞ്ഞൊക്കെ ഉണ്ട് നല്ലോണം. ഹൈ റേഞ്ച് പ്ലേസ് ആയതുകൊണ്ട് തന്നെ നല്ല തണുപ്പൊക്കെ ഉണ്ട്. അതുകൊണ്ട് ആണ് അവർക്ക് ഐസ്ക്രീം കൊടുക്കാൻ മടിച്ചത്. അങ്ങനെ പിന്നെ അവർ ഉറക്കമായതുകൊണ്ടാണ് ഓടിപ്പോയി ഐസ്ക്രീമൊക്കെ വാങ്ങിയത്. ഐസ്ക്രീമൊക്കെ വാങ്ങി പിന്നെ അവിടുത്തെ ഒരു കാഴ്ചയൊക്കെ കാണാൻ വേണ്ടിയിട്ട് നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വീണ്ടും വണ്ടിയിൽ കയറിയപ്പോഴേക്കും കണ്ട അമ്മോണയിൽ ഭയങ്കര ഉറക്കം. അവൾ ഒന്നും അറിഞ്ഞിട്ടില്ലായിരുന്നു, നല്ല ഉറക്കമായിരുന്നു. പാത്തൂസും അങ്ങനെയാണ്. അവളാണെങ്കിൽ ആ സീറ്റിൽ കിടത്തിയിട്ടാണ് ഞങ്ങളവിടെ ഇറങ്ങിയത്. അങ്ങനെ ഞങ്ങളവിടെ വാഗമണ്ണെത്തി. അവിടെ ടിക്കറ്റൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ ഭയങ്കര വെയിലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ തൊപ്പിയൊക്കെ വാങ്ങി. അമ്മൂനും വാങ്ങി, പാത്തൂനും വാങ്ങി, എനിക്കും ചേട്ടനും എല്ലാവർക്കും വാങ്ങി. ഞങ്ങളെല്ലാം വെച്ച് അത് വച്ചത് കൊണ്ട് വെയിൽ അറിഞ്ഞതേയില്ല. വൈകുന്നേരമൊക്കെ വന്ന് നല്ല ചേട്ടൻ അതല്ലെങ്കിൽ ഫോൺ കിട്ടി നമുക്ക് വിളിച്ചാൽ നോക്കിയല്ലേ. അമ്മു ചറുകി വീഴുവേ, പതിയവ. അമ്മ ഇങ്ങോട്ട് വേണേ ചായക്ക് വേണം. നാരങ്ങ പോടാ. കുറച്ചെടുത്തോട്ടാ പകുതി എടുത്താ പകുതി. ലിപിയാണ് ഇവർക്ക് കണ്ടത് കടയിൽ നിന്ന് ലഭിച്ചിട്ട് വിളിച്ചിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ഏകദേശം 2 മണിക്കൂറൊക്കെ അവിടെ ചിലവഴിച്ചു. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ സമയമൊക്കെ അവിടെ നിന്ന് നല്ല രസമുണ്ടായിരുന്നു. ചൂടുണ്ടെങ്കിലും ആ ചൂട് ഞങ്ങൾ അറിയില്ല. കാരണം ഒരു ചെറിയ തണുത്ത കാറ്റൊക്കെ ഉണ്ട്. അതുകൊണ്ട് നല്ല രസമുണ്ട്. പിന്നെ വെയിലിൻ്റെ ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ. അങ്ങനെ കുറേ ദൂരം നടന്ന് അവിടെ തന്നെ വാഗമണിൻ്റെ തന്നെ സ്പെഷ്യൽ തേയിലപ്പൊടിയൊക്കെ കിട്ടും. ഹൈ റേഞ്ച് പ്ലേസ് ആയതുകൊണ്ട് തന്നെ അവിടുത്തെ തന്നെ തേയില പൊടിച്ചിട്ട് അങ്ങനെ തേയിലപ്പൊടി, ചോക്ലേറ്റ്സ് അങ്ങനെ കിട്ടും. ഞങ്ങൾ അവിടെ നിന്ന് തേയിലപ്പൊടി വാങ്ങി. ചോക്ലേറ്റ് അമ്മൂസൊന്നും അധികം ഇഷ്ടമില്ല, അതുകൊണ്ട് ചോക്ലേറ്റ്സ് വാങ്ങിയില്ല. തേയിലപ്പൊടി മാത്രമാണ് വാങ്ങിയത്. എന്നിട്ട് ഞങ്ങൾ
വീണ്ടും കുറച്ചൊക്കെ നടക്കാനുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അടുത്തൊരു പൈൻമരത്തോട്ടത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പൈൻമരത്തോട്ടത്തിലെത്തി. അവിടെയും ടിക്കറ്റുണ്ട്. വാഗമണ്ണിൽ കയറുന്ന സമയത്തുമുണ്ട്. അതുപോലെ തന്നെ അടുത്ത് പൈൻമരത്തോട്ടത്താണ് വന്നത്. അപ്പോൾ കുറച്ച് ദൂരമുണ്ട്. അത് കഴിഞ്ഞിട്ട് ആ വാഗമണ്ണിൻ്റെ തന്നെ കുറച്ച് ദൂരമേ ഉള്ളൂ. അതിൻ്റെ കുറച്ച് ഇപ്പുറത്തെ സ്ഥലമാണ്. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെയും ടിക്കറ്റ് എടുത്തതിന് ശേഷം ഇവിടെയാണെങ്കിലും പക്ഷേ വെയിലുണ്ടെങ്കിലും അതിനേക്കാളും നല്ല തണുപ്പാണ്. തണുത്ത കാറ്റും തണുപ്പും ഒക്കെ നല്ല രസമുണ്ട്. ഈ ഊട്ടിയിലൊക്കെ പോകുന്ന പോലത്തെ ഒരു ഫീലിംഗ് തന്നെ ഇവിടെ വരുമ്പോൾ. പിന്നെ ഫോട്ടോസൊക്കെ ആൾക്കാർ ഉടനെ തന്നെ ഫ്രെയിം ചെയ്ത് കൊടുക്കുന്ന ആൾക്കാരൊക്കെ അവിടെ ഉണ്ടായിരുന്നു. വേണമെന്നുള്ളവർക്ക് അങ്ങനെ ഇത് ഓരോ ഫ്രെയിമിന് ഓരോ റേറ്റ് അങ്ങനെ പറഞ്ഞിട്ടാണ് അവിടെ ഇരിക്കുന്നത്. ഞാൻ അതിൻ്റെ വിലയൊക്കെ കേട്ടപ്പോൾ ഞെട്ടിപ്പോയി. അതുകൊണ്ട് ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് ഫോട്ടോയൊന്നും എടുത്തില്ല. ഞങ്ങളെ ഫോണിൽ ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ കുറേ അവിടെ വാഗമണ്ണിൽ വെച്ച് ഒരു ഷോർട്സൊക്കെ ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ വന്നതിന് ശേഷം ഈ മരം കണ്ട പിന്നെ ഷോർട്സ് ചെയ്യാൻ തോന്നും. അങ്ങനെ പിന്നെ ഒരു ഷോർട്സൊക്കെ ഇവിടെ നിന്നും എടുത്തു. പിന്നെ നടന്ന് പോകാൻ വേണ്ടിയിട്ട് നല്ല രസമുണ്ട്. നടപ്പാതയൊക്കെ നല്ല രസമുണ്ട്. പിന്നെ സൂക്ഷിച്ച് പോയില്ലെങ്കിൽ ചറുകി വീഴും. അങ്ങനത്തെ ഒരു നടപ്പാതയാണ്. പക്ഷെ കാണാൻ നല്ല രസമുണ്ട്. പിന്നെ കുറേ നല്ല വൃത്തിയായി ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വേസ്റ്റ് ബാസ്ക്കറ്റൊക്കെ വെച്ചിട്ടുണ്ട് അവിടെ. അങ്ങനെ ക്ലീനായിട്ടുണ്ട്. പിന്നെ 2-3 പേര് അവിടെ നിന്ന് തൂത്ത് നിൽക്കുന്നുണ്ട്. ആ പൈൻ മരത്തിൻ്റെ ആ കൊമ്പ് ചില്ലയൊക്കെ കുറേ അതിലെ ആ ഇല പോലെ നിൽക്കുന്ന സംഭവമൊക്കെ വന്ന് വീണ് ഒരുപാട് ഇതാവുന്നുണ്ട്. പക്ഷേ കണ്ട അവിടെ ക്ലീൻ ചെയ്യുന്ന ആൾക്കാർ ഇങ്ങനെ തൂത്ത് നിൽക്കുന്നത് കൊണ്ടാണ് ഇത്രയും ക്ലീനായിട്ടിരിക്കുന്നത്. അങ്ങനെ ഹലോ ഗേയ്സ്, നമ്മളപ്പോൾ വാഗമണ്ണിൽ പൈൻ മരത്തോട്ടം കാണാൻ വന്നിട്ടുണ്ട്. നല്ല തണുപ്പാണ്, കാണാനൊക്കെ നല്ല രസമുണ്ട്. കണ്ടോ, നല്ല തണുപ്പുമാണ് അവിടെ. കാലാവസ്ഥ എപ്പോഴും എങ്ങനെയായിരിക്കും എന്ന് പറയുന്നത്. അങ്ങനെ കുറേ ഫോട്ടോയൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ തിരിച്ചു പോയി. 1 മണിക്കൂർ സമയമാണ് ഞങ്ങൾക്ക് തന്നിട്ടുള്ളത്. അപ്പോഴേ ഏകദേശം 1 മണിക്കൂറൊക്കെ ആകാറായി. അങ്ങനെ ഞങ്ങൾ തിരിച്ച്